മാന്യനാകാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അന്യനാകാം. മാന്യനാകാം അല്ല അന്യനാകാം. അന്യനും അമ്പി ആകാൻ പറ്റുന്ന വണ്ടിയാണ് ഹോണ്ട. ഇപ്പോൾ ഇതൊരു സ്റ്റോക്ക് വണ്ടിയാണ് പുറത്തുനിന്ന് കാണുമ്പോഴേ, പക്ഷെ ഇതിനകത്ത് എത്ര രൂപയുടെ മൊത്തത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഈ വണ്ടിയെ പോലെ ഈ വണ്ടി മാത്രമല്ല. ഇപ്പോൾ ഒരു യൂസ്ഡ് ഡ്രയോ എടുക്കാൻ താല്പര്യമുള്ളവർ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടോ, അതോ ഈ സർവീസ് ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് കണ്ണും പൊട്ടി പോയി മേടിക്കാൻ പറ്റിയ വണ്ടിയാണോ ഇത്? ഫ്രണ്ടിൽ എഞ്ചിൻ ഉള്ളതുകൊണ്ട് നമുക്ക് വെയിറ്റ് കൂടുതലുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒത്തിരി ലോവർ ചെയ്യാൻ പറ്റത്തില്ല. പുറകിൽ എഞ്ചിനും വെയിറ്റ് ഒന്നും ഇല്ല, അപ്പോൾ നമുക്ക് ലോവർ ചെയ്യുന്നതിൻ്റെ അളവ് കൂട്ടാം. ഈ അത്യാവശ്യം ഈ ഫ്രണ്ട് ഇത്രയും ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം 1,25,000 വരുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഹോണ്ട ബ്രയോ നമ്മൾ കുറേ വർഷമായിട്ട് ചെയ്യാതിരുന്ന ഒരു വണ്ടിയാണ് ഹോണ്ട ബ്രയോ. ചെയ്യാതിരുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഏതായാലും ഇന്ന് നമ്മൾ ഹോണ്ട ബ്രയോ കൊണ്ടുവന്നിരിക്കുകയാണ്. ഹോണ്ടയുടെ ഒരു ക്യൂട്ട് ലുക്കിംഗ് അല്ലെങ്കിൽ ഹോണ്ടയുടെ ഒരു കരുത്തൊക്കെയുള്ള ഫൺ ഡ്രൈവിന് പറ്റിയ ഒരു ഹാച്ച് ബാഗാണ് ഹോണ്ട ബ്രയോ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ ഹോണ്ട ജാസ്, പിന്നെ അമേസ്, സിറ്റി അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നു. ഏതായാലും ഇതിപ്പോൾ ഡിസ്കണ്ടിന്യൂഡ് ആണ് വെഹിക്കിൾ. ഏതായാലും ഈ വണ്ടി ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമല്ല. ഭയങ്കര ക്യൂട്ട് ലുക്കിംഗ് അല്ലേ ശരിക്കും ഇത്. ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്കാണെങ്കിലും റിയർ ഗ്ലാസ്സൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ആയിരുന്നു. വണ്ടി കാണുമ്പോഴേ, വണ്ടി ഇറങ്ങിയ സമയത്ത് ആ ഒരു കാലഘട്ടത്ത് ഭയങ്കര ഭംഗിയായിരുന്നു വണ്ടിയുടെ ലുക്ക് വൈസ് കാണാൻ. പ്രത്യേകിച്ച് ഈ ഒരു റെഡ് കളർ എടുത്തു പറയാൻ പറ്റും. ആ ഒരു റെഡ് കളറിൻ്റെ ഭംഗി വേറെ തന്നെയാണ്. റെഡ് പോളോ പറയുന്ന പോലെ റെഡ് ബ്രയോ ഒരു ഭംഗി തന്നെയാണ്. ഏതായാലും ഇതിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂയിലേക്ക് സ്വാഗതം. നമുക്കിതിൻ്റെ യൂസറോട് ചോദിച്ച് ഇതിൻ്റെ ലോങ് ടേം എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് ഉപയോഗിച്ചിട്ട് ഹോണ്ടയുടെ റിലയബിലിറ്റി എങ്ങനെയുണ്ടെന്നും ഇതിന് വേണ്ടി വന്ന സർവീസ് കോസ്റ്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെ പാർട്സിൻ്റെ മെയിൻ്റനൻസുകൾ എന്തൊക്കെ വേണ്ടി വന്നെന്നുള്ളതും, ലോങ് ടേമിൽ ഹോണ്ടയുടെ വണ്ടികൾ ഉപയോഗിക്കുന്നവർക്ക് എന്തെങ്കിലും സജഷൻസ് കൊടുക്കാനുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് യൂസറിനോട് തന്നെ ചോദിക്കാം. അതിനായിട്ട് യൂസറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ ഹോണ്ട ബ്രയോയുടെ യൂസർ ഇതാണ് ഹരിശങ്കർ ബ്രോ. ഹലോ, ഹായ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം എന്ത് ചെയ്യുന്നു ബ്രോ, എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രേക്ഷകരോടൊന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ കളമശ്ശേരി തന്നെ ഒരു ബിസിനസ് നടത്തുവാണ്. ഓക്കെ, പ്രോഗാർഡ് സർവീസസ് എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇൻവിസിബിൾ ഗ്രിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഓക്കെ, നമ്മൾ തന്നെ ഇൻഹൗസ് ഡെവലപ്പ് ചെയ്ത് ഇൻവിസിബിൾ ഗ്രില്ല് ഇൻഹൗസ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ പ്രൊഡക്ഷൻ എടുത്ത് സെയിൽസ് ആൻഡ് സർവീസാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ഓക്കെ, 7 കൊല്ലത്തോളമായി. ഫ്ലാറ്റുകളാണ് മെയിൻലി ചെയ്യുന്നത്. സേഫ്റ്റിക്കാണ്. ബാൽക്കണി നമ്മൾ മോസ്കിറ്റോ നെറ്റ് പോലെയാണ്. അല്ല, ഇത് എൻ്റെ ഒരു ഡിഫറെൻ്റ് ഒരു കൺസെപ്റ്റാണ്. ഇപ്പം ബാക്കപ്പ് സേഫ്റ്റി എന്ന് പറയും. നമ്മൾ മുതിർന്നവരോ കുട്ടികളോ ബാൽക്കണിയിൽ നിന്ന് ആക്സിഡൻ്റലി ഫോളോ ചെയ്യാതെ നിർത്തുന്ന ഒരു സേഫ്റ്റി ഗ്രില്ലാണ്. ബാൽക്കണി അടച്ചിടുകയും വേണ്ട, ഓപ്പൺ ആയിട്ട് കിടക്കുകയും ചെയ്യും, സേഫ്റ്റി ഉണ്ട്. അതെ, അത് ഒരു ദൂരത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഞങ്ങൾ ഇൻവിസിബിൾ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം. ഓ, ഫൈൻ. ഓക്കെ, എത്ര നാളായി സ്വന്തമാക്കിയിട്ടത്? ഇത് ഇതെനിക്ക് പേഴ്സണലി അറിയാവുന്ന വണ്ടിയായിരുന്നു. എൻ്റെ ചേച്ചിയുടെ വണ്ടിയായിരുന്നു അത്. ഓക്കെ, അവർ ഫസ്റ്റിലേ എടുത്താണ്. അത് കഴിഞ്ഞ് അവർ ഇവിടുന്ന് ജർമ്മനിക്ക് മൂവ് ചെയ്തപ്പോൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ 0 കിലോമീറ്ററോടെ എനിക്കറിയാം. 38,000 കിലോമീറ്ററിലാണ് എനിക്ക് വണ്ടി കിട്ടുന്നത്. ഓക്കെ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാണുക. ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. 0 കിലോമീറ്ററോട്ട് എനിക്കറിയാം, കാരണം അവരിവിടെ ഇല്ലായിരുന്നു. ഈ വണ്ടി ഇടയ്ക്ക് പോയി എടുക്കുന്നതും ഓടിക്കുന്നതെല്ലാം ഞാൻ തന്നെയായിരുന്നു. ഓക്കെ, ലിറ്ററലി നമുക്ക് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ കിലോമീറ്റേഴ്സ് ഓടിച്ചതും നമ്മൾ തന്നെയാണ്. ഓക്കെ, അത് ശരി. അപ്പോൾ അങ്ങനെ ഓടിച്ചത് സ്വന്തം മീൻസ് അങ്ങനെ ഉപയോഗിച്ചപ്പം ആഗ്രഹിച്ചിരുന്നോ വണ്ടി ഇതുപോലെ ഒരെണ്ണം സ്വന്തമാക്കണമെന്ന്? ഇഷ്ടപ്പെട്ടിരുന്നോ? അല്ല, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടി. കാരണം ഈ വണ്ടിയെ പോലെ ഈ വണ്ടി മാത്രമേ ഉള്ളൂ. ആക്ച്വലി യൂണീക്കാണ് വണ്ടി. ഞാൻ പണ്ട് പറയാറുണ്ടായിരുന്നു, ഇത് പാവങ്ങളുടെ മിനി കൂപ്പർ എന്ന് പറയാറുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഇന്ന ബഡ്ജറ്റ് മിനി കൂപ്പറിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഒരു 4 വീലിലും ഒരു ഗോ കാർട്ട് ഫീൽ, പവർ ടു വെയിറ്റ് റേഷ്യോ, അതിൻ്റെ ഒരു മിക്സപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഫീൽ ഇത് വരുന്നുണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ. പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചെയ്തെടുക്കുവാണെങ്കിൽ ആ ഒരു ലെവൽ വരെ നമുക്ക് എത്തിക്കാൻ വേണ്ടി, മീൻസ് പെർഫോമൻസ് അപ്ഗ്രേഡ്സ് ഒക്കെ ചെയ്ത് അത് തന്നെ കറക്റ്റായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് പോരായ്മകളുണ്ട്. അത് നമുക്ക് നികത്തിയെടുത്താൽ വണ്ടി പെർഫെക്റ്റ് ആണ്. മീൻസ് ഫിൽറ്റേഴ്സും അതൊക്കെയാണ്. ഫിൽറ്റേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. ഹോണ്ട ഈസ് ഹോണ്ട. അതിന്റെ എഞ്ചിൻ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, 1.2 L12 എന്ന് പറഞ്ഞ എഞ്ചിനാണ് വരുന്നത്. L12A5 എന്ന് പറഞ്ഞൊരു മോഡൽ നെയിമിലുള്ള എഞ്ചിനാണ് വരുന്നത്. അപ്പം ഈ എഞ്ചിൻ തന്നെയാണ് സിറ്റിയിലും വരുന്നത്. അത് 1.5 ആണ്. അതിൻ്റെ 1.5 വേർഷനാണ്. ഓക്കെ, L15
എന്ന് പറഞ്ഞൊരു എഞ്ചിനാണ്. അതിൻ്റെ 1.2 വെർഷനാണ് ഇത്. അതെ അതെ, ചെറിയ വേർഷൻ. ഓക്കെ. ബാക്കി ഡിസൈൻസും സിലിണ്ടറും എല്ലാം സെയിം ആണ്, വോളിയം മാത്രമേ കുറവുള്ളൂ. അപ്പം ഇതിന് സ്റ്റോക്ക് വരുന്ന 90 ഹോഴ്സ് പവറാണ് വരുന്നത്. കാറിന് വെയിറ്റ് വരുന്നത് 960 950 ഒക്കെ ഉള്ളൂ. ആ ഒരു വെയിറ്റിൽ 90 ഹോഴ്സ് പവർ. അത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് റേഷ്യോ കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, കുറച്ചുകൂടെ മോഡ്, അതായത് കുറച്ച് സ്റ്റെബിലിറ്റി ഇഷ്യൂസ് അങ്ങനെയുള്ള കുറച്ച് മോഡുകൾ ചെയ്യുമ്പോഴത്തേക്കും വണ്ടി കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവും. ഹാൻഡ്ലിങ് ഓൾറെഡി ഹാൻഡ്ലിങ് നല്ലതാണ്. പക്ഷെ നമ്മൾ പ്രോപ്പർ വീല്, അതായത് ബെസ്റ്റ് ഓഫ്സെറ്റ്, ഏറ്റവും നല്ല ഓഫ്സെറ്റുള്ള വീല്, നല്ല സെക്ഷനുള്ള ടയറുകൾ, സസ്പെൻഷനും കുറച്ച് വീക്കാണ്. സസ്പെൻഷനും കൂടെ ഭാഗം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും വണ്ടി വേറെ ഒന്നും ചെയ്യണ്ട, വണ്ടി ഓൺ എ ഡെയിലി വണ്ടി യൂസ് ചെയ്യാം. ഇത് ശരിക്കും ഡെയിലി പർപ്പസ് എന്നുള്ള രീതിയിലാണ്. ഇതെന്നെ ഡെയിലിയാണ്. ഞാൻ വേറെ വണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഏതാണ്? എനിക്ക് സഫാരി ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം 3 ലിറ്റർ അത് ഞാൻ ഏകദേശം അത് വിറ്റ രീതിയാണ്. 407 എഞ്ചിൻ. അപ്പം അത് കുറച്ച് മോഡ് ചെയ്ത വണ്ടിയാണ്. അതിപ്പോൾ കൊടുത്തു, ഏകദേശം നിങ്ങളുടെ സ്വന്തം നാട്ടുകാർക്കാണ് കൊടുത്തത്, പത്തനംതിട്ടക്കാർക്കാണ് കൊടുത്തത്. അത് 3 ലിറ്റർ ആയിരുന്നു. അത് 4x4 ആയിരുന്നു. അതിന് കുറച്ച് പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ 4 വീലിലോട്ട് സ്വിച്ച് ചെയ്യുന്ന സ്വിച്ചായിരുന്നു, ഒരു ഇലക്ട്രോണിക് സ്വിച്ചായിരുന്നു. അതിന് സ്ഥിരം കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതിനെന്ന് വെച്ചാൽ മാനുവലാക്കി, ലിവറലാക്കി. പ്ലസ് അതിൻ്റെ ഫ്രണ്ടിലെ ആക്സിൽ വരുന്നത് സാധാരണ ഇപ്പോഴത്തെ താറിനൊക്കെ വരുന്ന ടൈപ്പ് ആക്സിലാണ് വരുന്നത്, അല്ലാതെ ഹൗസിങ് ടൈപ്പ് അല്ല. അപ്പോൾ അത് ഓപ്പൺ ഡിഫറൻഷ്യൽ ആക്കിയത്. അങ്ങനെ ചെയ്തിട്ടാണ് എൻ്റെ ബേസിക്കലി ഞാനത് ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ അത് നമ്മുടെ പർപ്പസിന് നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റാത്ത വണ്ടിയാണ്. മൈലേജ് ഒന്നും വലിയ കാണത്തില്ല. ഒരു 10 കിട്ടും നമ്മൾ ഈ ടയറൊക്കെ കയറ്റി ഓടിക്കുന്നുണ്ട്. ഹാൻഡ്ലിംഗ് ഡിഫിക്കൽട്ട് ആയിരിക്കുമല്ലോ. ഹാൻഡ്ലിംഗ് ഡിഫിക്കൽട്ടാണ്, പക്ഷേ വണ്ടി കേപ്പബിൾ ആണ്, ഭയങ്കര കേപ്പബിൾ ആണ്. ആ എഞ്ചിനും വെച്ച് നമ്മൾ ഫ്രണ്ടിൽ ഡിഫറൻഷ്യലും കയറ്റി, ഓപ്പൺ ഡിഫറൻഷ്യലാണ് അത് കയറ്റി, ലോക്കറുള്ള ഡിഫറൻഷ്യൽ കയറ്റി കഴിയുമ്പോഴത്തേക്കും വണ്ടി ഭയങ്കര കേപ്പബിളാണ്. ഓഫ് റോഡ് പോയിട്ടുണ്ടോ? ഓഫ് റോഡ് ചെറിയ രീതിയിലൊക്കെ പോയിട്ടുണ്ട്. മെയിൻലി ഇതെൻ്റെ ഹോബിയാണ് ആക്ച്വലി. കുറച്ച് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുന്നു, വീട്ടിലിട്ടാണ് ചെയ്യുന്നത്. അപ്പം വണ്ടി ചെയ്യും, അങ്ങനെ കൊടുക്കും. ഓക്കെ, അത് ശരി. അപ്പോൾ വേറെ ഏതൊക്കെ വണ്ടികൾ അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ട്? വേറെ ഒരുപാട്. എൻ്റെ അച്ഛന് വർക്ക്ഷോപ്പായിരുന്നേ. അപ്പം പുള്ളി കഴിഞ്ഞ കൊല്ലം മരിച്ചു. പുള്ളിയുടെ ടൂൾസ് എല്ലാം നമ്മുടെ വീട്ടിലെ ഒരു വർക്ക്ഷോപ്പ് ഫുള്ള് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ പിച്ച വെച്ച അവിടെ ആയിരുന്നു. അപ്പം അതിൻ്റെ നമ്മൾ പരീക്ഷണം. ഈ വണ്ടിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തപ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റോക്കായിരുന്നു. 38,000 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഒരു 14 ഇഞ്ച് ടയറായിരുന്നു വരുന്നത്. വളരെ തിൻ സെക്ഷൻ ആയിരുന്നു. 175 14 ആയിരുന്നു വരുന്നത് അതിൻ്റെ പ്രൊഫൈൽ വരുന്നത്. അപ്പം പിന്നെ ഇതിൻ്റെ സ്റ്റീൽ വീലായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ എസ് വേരിയൻ്റ് ആണ്. അതായത് ബ്രിയോ ഇറങ്ങിയത് 2012 നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങുന്നത്. 2012. ഇത് 2012 വണ്ടിയാണ്. ഫസ്റ്റ് ജെൻ വണ്ടിയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ മേജർ പാർട്സുകളെല്ലാം തന്നെ ജപ്പാൻ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് അസംബിൾ ചെയ്ത് ഇറക്കിയ വണ്ടിയാണ്. പ്രൊഡക്ഷൻ ആയില്ല ഫസ്റ്റ് ബാച്ചിൽ. അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. ഇത് 3-4 വേരിയൻ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു 2012. ഇ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് വേരിയൻ്റ്. ഇയിലൊന്നുമില്ല, ഏറ്റവും ബേസിക്കാണ്. മ്യൂസിക് സിസ്റ്റം അതൊന്നും അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. എന്നാൽ പോലും മ്യൂസിക് സിസ്റ്റം ഇല്ല. ഈ മിററൊക്കെ മറ്റേ നമ്മുടെ പഴയ Maruti 800 കൂട്ട് കൈകൊണ്ട് പോലും ചെയ്യത്തില്ല. കൈകൊണ്ട് പോലും അകത്ത് ചെയ്യത്തില്ല. ചുമ്മാ നമുക്ക് കൈകൊണ്ട് മടക്കി വെക്കത്തേ ഉള്ളൂ. അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള മിറർ. പിന്നെ ഒന്നുമില്ല ഈ വേരിയന്റ്. AC ഹീറ്റർ ഉണ്ടോ എന്നൊക്കെ സംശയമാണ് എനിക്ക്. AC മാത്രം ഉള്ളോന്ന് അതുണ്ട്. അങ്ങനത്തെ വണ്ടി ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ കാണാൻ പറ്റും, റോഡിൽ കാണാൻ പറ്റും. അവരൊക്കെ അപ്ഗ്രേഡ് ചെയ്യും മിററൊക്കെ. പിന്നെ എസ് ആണിത്, മിഡിൽ വേരിയന്റ്. ഇതിൽ ആകപ്പാടെ വന്നിരുന്ന മ്യൂസിക് സിസ്റ്റം ഉണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ട്, ABS എയർ ബാഗ്, ബേസിക് സേഫ്റ്റി, 2 എയർ ബാഗും ABS ഉണ്ട്. പിന്നെ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിന് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു. അതിന് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു. അല്ല, എസ്സിനല്ല ഓട്ടോമാറ്റിക് ഉള്ള. പിന്നെ ഉള്ള വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫോഗ് ലാമ്പ് എക്സ്ട്രാ വരും. ഒരു ഡീഫോഗർ വരും പുറകിലെ ഗ്ലാസ്സിൽ. അത്രേ ഉള്ളൂ.
വേറെ ഡിഫറൻസ് ഒന്നുമില്ല. വൈപ്പർ ഒന്നുമില്ല. വൈപ്പർ ഈ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല. തായ്ലൻഡ്, ഇന്തോനേഷ്യ മാർക്കറ്റിലൊക്കെ ഗ്ലാസ് വൈപ്പർ വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ VX-ൻ്റെ A എന്ന് പറഞ്ഞൊരു മോഡൽ ഓട്ടോമാറ്റിക്കിലും ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഇതിൽ CVT അല്ല, ടോർക്ക് കൺവേർട്ടർ ആയിരുന്നു. അതെ ആ ഹോണ്ട എന്ന് പറയുമ്പോൾ എല്ലാവരും CVT ആണല്ലോ. ഹോണ്ടയുടെ CVT നല്ലതാണ്. പക്ഷേ ഇതിൽ വന്നിരുന്നത് ടോർക്ക് കൺവേർട്ടർ ആയിരുന്നു. അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ വേറെ ബ്രയോസ്? പിന്നെ ഞാൻ ബ്രിയോ ഓട്ടോമാറ്റിക് ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഓട്ടോമാറ്റിക് കുറച്ച് ലാഗാണ് നമ്മളിത് മാനുവൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. കാരണം ഇതിന് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ഭയങ്കര ക്ലോസ് റേഷ്യോ ആണ്. എല്ലാം അടുത്തടുത്താണ് ഗിയർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നമ്മൾ ഒരു പാവം മട്ടിൽ ഓടിക്കുവാണെങ്കിൽ വണ്ടി ഭയങ്കര ലാഗാണ്. പക്ഷെ നമ്മൾ അതിനെ ഒരു RPM ഒരു റേഞ്ചിൽ കയറ്റിയിട്ട് ഓടിക്കുവാണെങ്കിൽ വണ്ടി ഭയങ്കര പെപ്പിയാണ്. ഓക്കെ, മുമ്പേ പറഞ്ഞ ഒരു ഫൺ കിട്ടും അല്ലേ? ഭയങ്കര ഫണ്ണാണ് ആക്ച്വലി. അത് VTEC, നമ്മൾ പണ്ടത്തെ VTEC കിക്കിഡിങ് നിയോ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു 3000 RPM കഴിയുമ്പോഴത്തേക്കും സെറ്റാണ് സംഭവം. അതുവരെ കയറ്റണം നമ്മൾ. കയറ്റി പിടിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ പറന്ന് നിൽക്കും. ഒത്തിരി സ്പീഡ് കയറ്റാൻ പാടില്ല, കേരള റോഡാണ്. സിറ്റി കൂടെ കൊണ്ടുപോകാൻ കുറച്ച് സൗകര്യം കൂടെ ഓടിക്കാനും ഭയങ്കര രസമാണ്. വിസിബിലിറ്റി ഉണ്ട്, നമ്മൾ കുഴിക്കാതിരിക്കുമല്ല, നമ്മുടെ ചുറ്റും ഗ്ലാസ് നമുക്ക് ആ ഫീൽ ചെയ്യാം. ഒരു ഗ്ലാസ് ഏരിയ കൂടുതലാണ്. അപ്പം വിസിബിലിറ്റി ഉണ്ട്. റിയർ ക്യാമറയുടെ ആവശ്യകതയില്ല റിവേഴ്സ് എടുക്കാൻ. കാരണം ഒന്നുമില്ല, വണ്ടി ഭയങ്കര ചെറുതാണ്. നമ്മൾ റിയർ വ്യൂ മിററിൽ കൂടെ നോക്കിയാൽ കാണാവുന്ന അത്ര ഏരിയ വണ്ടി കവറിങ്ങേ ഉള്ളൂ. പിന്നെ സെൻസർ കൊടുത്താൽ നന്നായിരിക്കും. സെൻസർ ഇല്ല, സെൻസർ കൊടുത്താൽ നന്നായിരിക്കും. സിമ്പിളായിട്ട് ചെയ്യാമെന്നല്ലേ ഉള്ളൂ. പക്ഷേ ആ ബമ്പർ കുത്തി തുളച്ച് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി എപ്പോഴും ആ ഒരു സ്റ്റോക്കിൽ നിൽക്കണം. അതാണ് ശരിക്കും നല്ലത്, പുറമേ ആണെങ്കിലും ഉള്ളിലാണെങ്കിലും. പിന്നെ വേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, പക്ഷെ അത് ഫാക്ടറിയിൽ നിന്ന് വന്ന പോലെ തന്നെ ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ കീപ്പ് ചെയ്യാനാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെ സ്റ്റോക്കായിട്ട് നിലനിർത്തി ഇതിൽ ചെയ്തിരിക്കുന്ന അപ്ഗ്രേഡ്സ് എന്തൊക്കെയാണ്? ഞാൻ ചെയ്തേക്കുന്ന അപ്ഗ്രേഡ്സ്, അതായത് കോസ്മെറ്റിക്കലി പുറത്ത് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ OEM പാർട്സ് ഉപയോഗിച്ച് മാത്രമാണ് ചെയ്തേക്കുന്നത്. ഇപ്പം നമുക്ക് ഇത് ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് നോട്ട് എ റെഗുലർ ബിയോ. നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന അതിൻ്റെ ഹെഡ്ലൈറ്റ് ഫസ്റ്റിൽ തന്നെ നോക്കുവാണെങ്കിൽ മൊബിലിയോ RS എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടി ഉണ്ടായിരുന്നു നമുക്കിവിടെ. അതിൻ്റെ പാർട്സ് എല്ലാം ഇമ്പോർട്ടഡ് ആയിരുന്നു. ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് പാർട്സ് ഒന്നും ഇല്ലായിരുന്നു. അതായത് അതിൻ്റെ ബമ്പർ, അതിൻ്റെ ബാക്കി കോസ്മെറ്റിക്കലി അക്സസറീസ് എല്ലാം പാർട്സ് എല്ലാം മൊബിലിയോ RSൻ്റെ. അപ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റാണ് ഈ നമ്മുടെ ബ്രിയോയിൽ ചെയ്തേക്കുന്നത്. അത് ക്യോട്ടോ എന്ന് പറഞ്ഞ ജാപ്പനീസ് ബ്രാൻഡാണത്. ഹോണ്ടയുടെ തന്നെ OEM ആണത്. അതിൻ്റെ ഫ്രണ്ട് മൊബിലിയോ RSൻ്റെ ഗ്രില്ലും ബമ്പറും ഫുൾ കിറ്റ് മൊബിലിയോ RSൻ്റെ ആണ്. ആ ഒരു വ്യത്യാസമാണ് ശരിക്കും കാണുന്നത് ആക്ച്വലി. അതും ഹോണ്ടയിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. കംപ്ലീറ്റ് ഹോണ്ടയിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തി ഒരു പാർട്സ് വരുത്തി ചെയ്തതാണ്. വേറെ മോഡലിൻ്റെ ആയിട്ടും അത് കണക്ഷൻ ഉണ്ടോണ്ട് ഹോണ്ട തന്നെയല്ലേ എല്ലാം. ശരിക്കും നോക്കുവാണെങ്കിൽ ഇതെല്ലാം പാർട്ട് ബൈ പാർട്ടാണ്. ഇതെല്ലാം ബമ്പർ എന്ന് പറയുന്ന ഈ ബോഡി അതൊരു പാർട്ടാണ്. ഈ ഗ്രില്ല് അതൊരു പാർട്ടാണ്. ഈവൻ ലോഗോ വരെ ഒരു പാർട്ട് നമ്പറിലുള്ളതാണ്. ഈ ഫോഗ്ലാമിൻ്റെ ഈ പീസ് ഒരു പാർട്ടാണ്. ഇതൊരു പാർട്ടാണ്. ഈ നടുക്കത്തെ ഗ്രില്ല് ഒരു പാർട്ടാണ്. ഇതിൻ്റെ അടിയിലൊരു സാധനമുണ്ട്, ഒരു കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു പാർട്ടുണ്ട്, അതൊരു പാർട്ടാണ്. ഈ ഗ്രില്ലിൻ്റെ മേളിൽ ഒരു പാർട്ടുണ്ട് ഇങ്ങനെ. അത് വെച്ചാൽ എല്ലാം ഓരോ പാർട്ട് നമ്പറുള്ള ഇതാണ്. നമ്മുടെ ഇവിടെ നിന്ന് അത് ഷോറൂമിലും ഒരിടത്തും സ്റ്റോക്കും ഇല്ല. നമ്മൾ ഓർഡർ ചെയ്ത് മാസങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അവർ പറയുന്ന കാശും കൊടുത്ത് നമ്മൾ എടുക്കണം. അത് ശരി. അങ്ങനെ ചെയ്യണമെന്ന് എങ്ങനെ തോന്നി, ഒരു ഐഡിയ തോന്നിയത്? പക്ഷേ ഇത് എനിക്ക് തോന്നിയ വെച്ചാൽ ഇൻസ്പിറേഷനാണത്. നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ അറിയാം, നമുക്ക് ഇന്തോനേഷ്യ, തായ്ലൻഡ് ആ ഭാഗത്തൊക്കെ മെയിൻലി ഈ വണ്ടി അങ്ങനത്തെ മാർക്കറ്റിന് വേണ്ടി ഡിസൈൻ ചെയ്ത് ഇറക്കിയ വണ്ടിയാണ്. അല്ലാതെ വേറെ ഹോണ്ട ചെയ്യുന്ന പോലെ ഗ്ലോബലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയുള്ള വണ്ടിയല്ല ഇത്. നമ്മുടെ റൈസിങ് അപ്കമ്മിങ് എക്കണോമിക്കലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്മോൾ കാർ എന്നുള്ള കൺസെപ്റ്റിൽ ഒരു എക്കണോമിക്കൽ കാർ എന്നുള്ള രീതിയിൽ ഇറക്കിയതാണ് ആക്ച്വലി. അപ്പോൾ അവിടെയുള്ളവർ പക്ഷേ ഇതിനെ മാരകമായിട്ടാണ് ഇതിനെ മോഡ് ചെയ്യുന്നത്. മാരകം എന്ന് വെച്ചാൽ മാരകം.
നമ്മുടെ ഇവിടെ ഇപ്പോൾ ആൾക്കാർ ഭയങ്കര ഫോളോയിങ്, ഇന്തോനേഷ്യൻ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഭയങ്കര ഫോളോയിങ്ങാണ്. അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകൾ എന്നുവെച്ചാൽ ഉണ്ട്, ചേസർ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ ഫ്രണ്ടിലെ എല്ലാ ലൈറ്റും ഒരു ഒരു റിലേ വെച്ചിട്ട് പ്രത്യേക രീതിയിൽ ഡാൻസിങ് ആയിട്ട് ചെയ്യുന്ന ഭയങ്കര രസമാണ്. അപ്പോൾ അവർ ചെയ്യുന്നതാണ്. ഇതുപോലെ കുറേ മോഡുകൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ബ്രിയോ RS എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഈ മൊബീലിയോ RSൻ്റെ സെയിം ബമ്പറും ഈ ഗെറ്റ് ലൈറ്റും എല്ലാം വെച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതും കൂടെയാണ് നമ്മുടെ ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബ്രിയോ ഇറങ്ങിയപ്പോൾ ഹിറ്റായിരുന്നെങ്കിലും സെയിൽസിൽ ഫ്ലോപ്പായിരുന്നു. കാരണം നമ്മൾ റോഡിൽ നോക്കി അറിയാം എത്ര ബ്രിയോ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് റോഡിൽ, വളരെ കുറവാണ്. അപ്പം പിന്നെ വിലയുണ്ടായിരുന്നു ബ്രിയോയ്ക്ക്. സ്വിഫ്റ്റിൻ്റെ ഒപ്പം വില ഉണ്ടായിരുന്നു. 6 lakhs താഴെ ഇല്ല, സ്വിഫ്റ്റിനൊപ്പം വില ഉണ്ടായിരുന്നു. സ്വിഫ്റ്റിനൊപ്പം അന്ന് എനിക്കൊന്ന് 6-7 lakhs 4.5 അങ്ങാണ്ടായിരുന്ന ഏറ്റവും ബേസിക് സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കിലോട്ട് എത്തുമ്പോഴത്തേക്ക് 7 വരെ പോയിട്ടുണ്ട്. ഓക്കെ, ഓട്ടോമാറ്റിക് എത്തുമ്പോഴത്തേക്ക് 7.5 എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ബില്ലൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇത് എത്രയായിരുന്നു? ഇത് 5.7 അങ്ങനെ ഉണ്ടായിരുന്നു. അന്ന് എനിക്കൊന്ന് ആ ഒരു സമയത്തും ഫ്യൂവൽ എഫിഷ്യൻസിയിലായിരുന്നു കൂടുതൽ ഫോക്കസ് ആൾക്കാരുടെ. മാരുതിയിലോട്ടായിരിക്കും കൂടുതൽ. ഇപ്പോഴും അത് തന്നെയാണ്. മാരുതി സ്വിഫ്റ്റ്, പുതിയ സ്വിഫ്റ്റ് 4 സിലിണ്ടറിൽ 3 സിലിണ്ടറോട് മാറിയില്ലേ. പക്ഷേ വണ്ടി നല്ല മൂവ്മെന്റാ. ഒരു മാരുതിയുടെ ഷോറൂമിൽ ബുക്കിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലോഡ് വരുന്നതും ബുക്കിംഗ് ഒക്കെ മൈലേജിനും കാര്യമുണ്ട് സുഹൃത്തെ, കാര്യമുണ്ട്. കാരണം ഇതിപ്പം മൈലേജ് കമ്പനി പറയുന്നത് 15, 14, 17 പറയുന്നത്. പക്ഷേ എനിക്ക് റിയൽ ലൈഫിൽ കിട്ടുന്നത് ഒരു 12 മാക്സിമം കിട്ടുന്നത്. കാരണം നമ്മൾ കമ്പനി പറയുന്ന പോലെ ഓടിക്കണം. അതുകൊണ്ട് നമുക്ക് പറ്റുമല്ലോ. നമ്മൾ നമ്മുടെ രീതിയിൽ ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന മൈലേജാണ് ഒരു 12. ലോങ് ഒക്കെ പോകുമ്പോഴത്തേക്കും 5th ഗിയറിൽ മാത്രം നിൽക്കുവാണെങ്കിൽ ഒരു 16 ഒക്കെ കാണിക്കാറുണ്ട്. 17 കാണിച്ച ചരിത്രമുണ്ട് സ്റ്റോക്കിൽ. ഞാൻ വണ്ടി എടുത്ത സമയത്ത് സ്റ്റോക്കിൽ 14 ഇഞ്ച് ടയറിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു വരാം. നമ്മൾ ആദ്യം ഈ ഒരു ഏരിയയെ പറ്റി പറഞ്ഞു. ഇവിടെ കുറച്ച് ചേഞ്ചസ്. അതെ. അപ്പോൾ ഇത് ശരിക്കും ഹെഡ്ലൈറ്റ് മാറ്റുക എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ചീപ്പല്ല. ഈ അത്യാവശ്യം ഈ ഫ്രണ്ട് ഇത്രയും ചെയ്യണമെങ്കിൽ തന്നെ ഏകദേശം 1,25,000 വരുന്നുണ്ട്. കാരണം മെറ്റീരിയൽസ് ഒന്നും ഹിന്ദി മെയ്ഡല്ല, പുറത്തുനിന്ന് വരുന്ന ആയതുകൊണ്ട് ഭയങ്കര വിലയാണ്. ഇവൻ ഈ ഹെഡ്ലൈറ്റിന് വരെ ഒരു ഹെഡ്ലൈറ്റിന് 27 രൂപ വിലയുണ്ട്. അതാണ് പ്രൈസ് നേരത്തെ പറഞ്ഞല്ലേ അവര്. പറഞ്ഞല്ലോ, നമുക്കത് ആഗ്രഹം കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കത് എങ്ങനെയെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ഏരിയ ചെയ്യാൻ ഇത്രയും ഏരിയ ചെയ്യാനായിട്ട് ആ ഒരു എമൗണ്ട് 120 അടുത്തായി എമൗണ്ട്. കാരണം പിന്നെ വെയിറ്റിംഗ് പീരീഡ്, ക്ഷമാശീലം ഇതെല്ലാം വേണം. കാരണം ഹോണ്ടയുടെ പാർട്സ് ഒന്നും പുറത്ത് കിട്ടത്തില്ല, നമുക്ക് സ്പെയർ പാർട്സ് അവിടെ മേടിക്കാനൊന്നും കിട്ടത്തില്ല. ഇതെല്ലാം ഈ ഹോണ്ട അവർ ഒരു അടക്കി വാഴുക പാർട്സ്. അപ്പോൾ നമ്മളത് അങ്ങനെ വെയിറ്റ് ചെയ്ത് അവരുടെ സൗകര്യം നോക്കി അവർ ഇതിൻ്റെ പാർട്ട് നമ്പർ പോലും എടുത്തു തരത്തില്ല. നമ്മൾ സെർച്ച് ചെയ്ത് ഏതെങ്കിലും ഒരു വണ്ടിയുടെ മൊബൈൽ RS വഴി കൂടെ പോകുമ്പോൾ അവനെ കൈ കാണിച്ച് നിർത്തി അതിൻ്റെ വിൻ നമ്പർ മേടിച്ച് അത് വെച്ചിട്ട് പാർട്ട് നമ്പർ സെർച്ച് ചെയ്ത് ഇതെല്ലാം പാർട്ട് നമ്പർ കണ്ടുപിടിച്ചിട്ട് ഹോണ്ടയ്ക്ക് കൊണ്ടു കൊടുത്താൽ മാത്രമേ അവർ നമുക്ക് സാധനം തരുള്ളൂ. അതാണ് സഹകരണം ഇല്ലെന്നല്ല, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇങ്ങനെ വട്ട് പിടിച്ച് നടക്കുന്ന ആൾക്കാർ കുറവാണ്. പിന്നെയുള്ള അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് LED ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. കാരണം ഇതിൻ്റെ സ്റ്റോക്കിൽ ബൾബിന് വെട്ടമില്ല. അപ്പോൾ ഹെഡ്ലൈറ്റ് വരുത്തിയപ്പോൾ ഹെഡ്ലൈറ്റ് നമ്മൾ പാർട്ട് നമ്പർ വെച്ച് ഓരോ പാർട്ടായിട്ടാണ് വരുന്നത്. മോട്ടർ, അതിൻ്റെ കവറ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിലുണ്ടല്ലേ. അതെല്ലാം പാർട്ട് നമ്പർ എന്ന് വെച്ചാൽ അത് എല്ലാം പാർട്ട് നമ്പറാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ ബൾബ് മാറ്റി. അല്ല, ബൾബ് ഞാൻ വരുത്തിയില്ല. ബൾബ് ഞാൻ ഓൾറെഡി സാമ്പിൾ ഇട്ട് നോക്കിയത്. കാരണം ബൾബ് യൂണിവേഴ്സൽ ആണല്ലോ, നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്തേക്കുന്നത്, ബൾബ് അപ്ഗ്രേഡ് ചെയ്തേക്കുന്ന LED ആണ്, പ്രൊജക്ടറാണ്. അപ്പോൾ LED അപ്ഗ്രേഡ് ചെയ്തിട്ട് കളറ് കൂൾ വൈറ്റ് അല്ല, വാം കളറാണ് ഇട്ടേക്കുന്നത്. അതാണ് നമ്മുടെ സൗകര്യം. എന്നുവെച്ചാൽ നമുക്ക് ഈ കൂൾ വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഏരിയ, അതായത് എൻ്റെ വീട് പാല, ഞാൻ കൂടുതൽ സഞ്ചരിക്കുന്ന വഴികളും നമ്മുടെ ഇരാറ്റുപേട്ട, വാഗമണ്ണ് അങ്ങനെയൊക്കെ പോകാറുണ്ട്. അപ്പം മഞ്ഞൊക്കെ ഉള്ള സ്ഥലങ്ങളും മഴയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ കൂൾ വൈറ്റ് ഒരിക്കലും
എഫക്റ്റീവ് അല്ല, ഭയങ്കര ഷാഡോ, ഭയങ്കര ഒരു ഫോഗ് പോലെ എപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കും. വാമാകുമ്പോഴത്തേക്ക് ആ കുഴപ്പമില്ല. അതായത് വാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വാമല്ല, ഭയങ്കര യെല്ലോയിഷ് അല്ല, ഒത്തിരി കൂൾ വെയിറ്റും അല്ല, അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കെൽവിനാണ്. അങ്ങനെ കണ്ടാ എനിക്ക് തോന്നുന്നു. അത് പെർഫെക്റ്റ് ആണ്. അത് നമ്മളെപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ LED ലൈറ്റ് വില കുറഞ്ഞ് ഒരിക്കലും മേടിക്കരുത്. നമ്മളെപ്പോഴും ഈ ഇതുപോലെ നമ്മുടെ സാഹചര്യത്തിന് എപ്പോഴും നമ്മുടെ ക്ലൈമറ്റ്, ഡ്രൈവിംഗ് കണ്ടീഷൻ എല്ലാം എപ്പോഴും ഈ ഏകദേശം ന്യൂട്രൽ വൈറ്റ് എന്ന് പറയാം. ഈ കളറാണ് എപ്പോഴും നല്ലത്. ന്യൂട്രൽ വൈറ്റ് എന്ന് പറഞ്ഞ കളർ, വാമല്ല, വൈറ്റ് അല്ല, ന്യൂട്രൽ വൈറ്റ്. ബൾബ് 2 കൊല്ലം വാറണ്ടി ഉള്ള ബൾബ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ LED മേടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വാറണ്ടി ഉള്ള ബൾബ് മേടിക്കാം. സത്യം. കാരണം എന്നാണെന്നറിയോ, ഇത് ഒരു പീസ് അടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ നിവൃത്തിയില്ല. ഒരു പീസായിട്ട് മേടിക്കാൻ കിട്ടത്തില്ല, രണ്ടുകൂടെ മാറ്റേണ്ടി വരും. അപ്പോൾ വാറണ്ടി കൂടുതലുള്ളതാണെങ്കിൽ, റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉള്ളതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇത് അറൗണ്ട് ഒരു 6 രൂപ 7 രൂപ ആയിട്ടുണ്ട്, രണ്ടും കൂടെ പെയർ. അതെ പെയർ. പിന്നെ ഫോഗ് ലാമ്പ് അഡീഷണൽ ആണ്. ഈ വണ്ടിക്ക് S ആയിരുന്നുകൊണ്ട് ഫോഗ് ലാമ്പ് ഇല്ലായിരുന്നു. മൊബീലിയോ RSന് ഫോഗ് ലാമ്പ് ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ ഒരു ഫോഗ് ലാമ്പ് ചെയ്തു. അത് OEM അല്ല, പക്ഷെ OEM ടൈപ്പാണ്. OEMന് ഭയങ്കര വിലയാണ്, തൊടാൻ പറ്റില്ല. കാരണം ഒരു ഹെഡ്ലൈറ്റ്, ഒരു ഫോഗ് ലാമ്പിന് അറൗണ്ട് 7 രൂപ വരുന്നുണ്ട്. ഹോണ്ടയിൽ തൊടാൻ പറ്റുമല്ലോ പാർട്സിന്. അതും ഇങ്ങനെ നിർത്തിപ്പോയ വണ്ടികളുടെ പാർട്സിന് ഭയങ്കര വിലയാണ്. പിന്നെ വരുമ്പോൾ ടയർ സ്പെക്ക് പറയുകയാണെങ്കിൽ 195 സെക്ഷനാണ്. പിന്നെ 55 ആണ് പ്രൊഫൈൽ വരുന്നത്. പിന്നെ വരുന്നത് 15 ആണ് അതിൻ്റെ റേഡിയസ് വരുന്നത്, 15 ഇഞ്ച്. ഇത് യോക്കോഹാമയുടെ S ഡ്രൈവ് എന്ന് പറഞ്ഞ ടയറാണ്. S ഡ്രൈവിന് പൊതുവേ റോഡ് നോയ്സ് കൂടുതലാണ്. ഇതിന് നല്ല നോയ്സ് ഉണ്ട്, റോഡ് നോയ്സ് ഉണ്ട്. വണ്ടിക്ക് എഞ്ചിന് സൗണ്ട് ഇല്ല, പക്ഷേ റോഡ് നോയ്സ് നമുക്ക് അകത്തിരുന്നാൽ അറിയാം. പക്ഷേ സ്റ്റിൽ നല്ല കാണാൻ ലുക്കുള്ള ടയറാണ്. 55 പ്രൊഫൈല്. നമുക്ക് ടയറിന് ഭംഗി വേണം. പക്ഷേ ആ പ്രൊഫൈൽ കുറഞ്ഞതിൻ്റെതായിട്ടുള്ള കംഫർട്ട് വ്യത്യാസമുണ്ട്. പ്രൊഫൈൽ കുറഞ്ഞതിന് ചെറിയൊരു പ്രശ്നമുണ്ട്, പക്ഷേ സ്റ്റിൽ നമ്മൾ മാനേജ് ചെയ്ത് ഓടിച്ചാൽ മതി. നമുക്ക് ഞാൻ ഇട്ടേക്കുന്ന വീലിന് ഒരു പ്രത്യേകത ഉണ്ട്. എൻ്റെ വീലെന്ന് പറയുന്നത് വേറൊരു വണ്ടിയുടെ സ്റ്റോക്ക് വീലാണ്. സ്റ്റോക്ക് വീലാണ്. അപ്പോൾ പിന്നെ വേറെ വണ്ടിയുടെ സ്റ്റോക്ക് വീൽ എന്ന് പറഞ്ഞാൽ അത് ഇതിനേക്കാളൊരു വേറൊരു സെഗ്മെന്റിലുള്ള വണ്ടിയാണ്. ഏതാ അത് കണ്ടുപിടിക്കാൻ പറ്റുമോ? സിവിക് ഒന്നും അല്ലല്ലോ. അല്ല. അപ്പോൾ ഇത് 2006 കൊറോളയുടെ സ്റ്റോക്ക് വീലാണത്. 2006 കൊറോള എന്ന് പറയുമ്പോൾ ഇതിലും വെയിറ്റ് കൂടിയ വണ്ടിയാണ്. അപ്പം അന്നത്തെ ടൊയോട്ടയുടെ വീൽ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് വീലാണ്. ആ വീലെടുത്തിട്ട് നമ്മൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് 40 റേഞ്ചാണ്. 40 ഓഫ്സെറ്റാണ്. നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുന്ന അലോയികളുടെ ഓഫ്സെറ്റുകളൊക്കെ 35 ആയിരിക്കും ഓഫ്സെറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ വീലിൻ്റെ സെൻറ്റർ ഹബ്ബ്, വീൽ സെൻറ്ററിൽ നിന്ന് ഹബ്ബ് എത്ര അങ്ങോട്ട് മാറിയിരിക്കുന്നു, അതാണ് ഓഫ്സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പുറത്ത് നടക്കുന്ന വീല് എങ്ങനെയാണ് കാസ്റ്റ് ചെയ്ത് വരുന്നത് എന്ന് നമുക്കറിയത്തില്ല. എല്ലാം ഇമ്പോർട്ടഡ് ഫ്രം ചൈന അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പം നമ്മൾ മേടിച്ചിട്ട് പിന്നെ അതിൻ്റെ ഓഫ്സെറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 35 ഒക്കെ ആയിരിക്കും കോമൺലി വരുന്നത്. 28, 35 അങ്ങനെയൊക്കെ ആയിരുന്നു വരുന്നത്. അപ്പം മിക്കവാറും വീലുകൾ പുറത്തോട്ട് നിൽക്കാനുള്ള സാധ്യത ഉള്ളൂ. ഇത് പുറത്തോട്ട് നിൽക്കുന്നില്ല. ഇത് കറക്റ്റ് ഫെൻഡറിൻ്റെ ലെവലിൽ ഒരു സെൻറ്റിമീറ്റർ ഉള്ളിലാണ്. ഇതിൻ്റെ ഓഫ്സെറ്റ് 40, അറൗണ്ട് 40 ആണ്. അതിൻ്റെ വീൽ വിഡ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ്. 6.5 ആ ഒരു റേഞ്ചിലാണ് വരുന്നത് വീൽ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുത്തണമെങ്കിൽ കുറച്ചുകൂടെ പുറത്തോട്ട് വരുത്തണമെങ്കിൽ 7 ഇഞ്ച് ഇട്ടാൽ മതി. 7J എന്നൊക്കെ നമ്മൾ അതിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് മീറ്റി ഫിറ്റ്മെന്റ് എന്ന് പറയും. കറക്റ്റായിട്ട് നിന്ന് അവനിങ്ങനെ ആ ഫെൻഡറിൽ തട്ടിയില്ല രീതിയിൽ അങ്ങനെ നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെയിറ്റ് ഹൈവേസ് ഒക്കെ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഈ വൈൻഡി റോഡ്സ് ഒക്കെ പോകുമ്പോഴത്തേക്ക് വീല് വന്ന് വീല് വന്ന് ഒരയും വളവെടുക്കുമ്പോൾ. പിന്നെ ഇത് ലോവർ ചെയ്തിട്ടുണ്ട്. ലോവർ ചെയ്തേക്കുന്ന ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്ന സ്പ്രിങ്സ് ആയിരുന്നു, ലോറിംഗ് സ്പ്രിങ്സ് ആയിരുന്നു. അത് ഞാൻ എടുത്ത് കളഞ്ഞത്. കാരണം ഭയങ്കര നല്ലതാണ്, ലുക്സാണ്. ഡോക്ടർ നാനോ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പ്രിങ്സ് ഉപയോഗിച്ചായിരുന്നു. അത് ഞാൻ പിന്നെ അത് മാറ്റി ഇപ്പം കോയിൽ ഓവർ ആക്കിയിട്ടുണ്ട്.
കോയിൽ ഓവർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഡാമ്പിനെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിപ്പം നിൽക്കുന്നത് പെർഫെക്റ്റ് ഹൈറ്റാണ് അക്കോർഡിംഗ് ടു മീ. ഇത് കറക്റ്റ് ഹൈറ്റാണ് ഇതിൻ്റെ. ഞാൻ പറയില്ലേ, ഇപ്പോൾ നമ്മുടെ വീലുകൾ ഒരിക്കലും ഫെൻഡറിൽ തട്ടത്തില്ല, പ്ലസ് എത്ര ആൾ കയറിയാലും വണ്ടിക്ക് ആ ബുദ്ധിമുട്ടുമില്ല. വണ്ടി സ്റ്റിഫാണെന്ന് വെച്ചാൽ സ്റ്റിഫാണ്, ചില സമയത്ത് സ്മൂത്തുമാണ്. അത് ഹാൻഡ്ലിങ്ങിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്, അതായത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, അറിയാനുണ്ട്. വണ്ടി 30 mm ലോവർ ചെയ്തിട്ടുണ്ട്. രണ്ട് രീതിയിൽ ലോവർ ചെയ്തേക്കുന്നത്. കാരണം ഫ്രണ്ടിൽ എഞ്ചിൻ ഉള്ളതുകൊണ്ട് നമുക്ക് വെയിറ്റ് കൂടുതലുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒത്തിരി ലോവർ ചെയ്യാൻ പറ്റത്തില്ല. പുറകിൽ എഞ്ചിനും വെയിറ്റ് ഒന്നുമില്ല, അപ്പോൾ നമുക്ക് ലോവർ ചെയ്യുന്നതിൻ്റെ അളവ് കൂട്ടാം. ഓൾറെഡി ബൂട്ട് സ്പേസും വലുതായിട്ടില്ലാത്തത് കൊണ്ട് അധികം ലഗേജും കയറാൻ ബൂട്ട് സ്പേസ് ഭയങ്കര ശോകമാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കി പാക്കേജിങ് പക്കയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ആൾക്കാർക്ക് ഇരുന്ന് പോകാനുള്ള സ്പേസ് ഉണ്ട്. കണ്ടാൽ പുറത്തുനിന്ന് ഒട്ടും പറയല, പക്ഷെ നമുക്ക് അകത്ത് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ 4 പേര് സുഖമായിട്ടിരുന്ന് ഊട്ടിക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പം കുഴപ്പമില്ല, നല്ല റോഡ്സ് ആണെങ്കിലും പിന്നെ കുഴപ്പമില്ല. ഓക്കെ, വണ്ടിയുടെ അട്രാക്ഷൻ, വണ്ടി തിരിച്ചിടുമ്പോഴാണ് ഇതിൻ്റെ ബാക്കിലത്തെ ഗ്ലാസ് ഒക്കെ, ഇതൊക്കെ ആദ്യം അട്രാക്ട് ചെയ്തിരുന്നു വണ്ടി ഇറങ്ങി തുടങ്ങിയ സമയത്ത്? അത് ആക്ച്വലി അത് ഈ ഗ്ലാസ് ഫുള്ള് വരിക എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഉള്ളൊരു സ്റ്റൈലിങ്ങാണ്. പണ്ട് നമ്മൾ പഴയ മാരുതിയിൽ കണ്ടിട്ടുണ്ട്, പഴയ SSIT എന്ന് വിളിക്കുന്ന മാരുതിയിൽ. അതിൽ ഫുൾ ഗ്ലാസ് ആണ് നമ്മൾ ഡിക്ക് തുറക്കുന്നത്. അതായത് നമ്മുടെ സിപ്പാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണ്ടത്തെ കമ്പനി ഉണ്ടായിരുന്നു, ഇന്ത്യൻ കമ്പനി. അവർക്ക് ഡോൾഫിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു. അതായിരുന്നു ആക്ച്വൽ ഡോൾഫിൻ, SSIT അല്ല. അതിലും ഇതുപോലെ ഗ്ലാസ് ആണ് തുറക്കുന്നത്. അതുപോലെ ഹോണ്ടയിലും CRX എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ഹാച്ച് ബാക്കുകളൊക്കെ ഉണ്ട്, അവിടെയും ഇതുപോലെ ഫുൾ ഗ്ലാസ് ആണ് ബാക്കി വരുന്നത്. അത് ഭയങ്കര ലെജൻഡറി വണ്ടിയാണ് CRX. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് തോന്നുന്നു ഇവരെടുത്തേക്കുന്നത്. പക്ഷെ ഭയങ്കര കൂളാണ് ആക്ച്വലി നമുക്കത്. പക്ഷെ നല്ല ബലമുള്ള ഗ്ലാസ് ആണ് ആക്ച്വലി അത് വരുന്നത്. വണ്ടിയുടെ ഒരു ഡൈമെൻഷൻ വെച്ചൊക്കെ നോക്കുമ്പോൾ ഒരു ഭംഗിയാണ്. അതൊരു യൂണിക് ലുക്കാണ്. ഞാൻ പറയില്ലേ, അത് മാർക്കറ്റിൽ ഇപ്പോൾ 2012 തൊട്ട് ഇതുവരെയായിട്ടും ഒരു വണ്ടികളിലും ഇങ്ങനത്തെ ഒരു വിയേർഡ് ലുക്ക് ആണെങ്കിൽ പോലും ഭയങ്കര രസമാണ്. ഇപ്പോൾ വിൻസറീവി ഒക്കെ വന്നപ്പോൾ ഒരു യൂറോപ്യൻ സ്റ്റൈലൊക്കെ കൊണ്ടുവന്നില്ലേ? വിൻസറീവി ബേസിക്കലി ചൈനീസ് ആണ്. ഓക്കെ, അല്ല അതൊരു സ്റ്റൈലിങ്ങിന്റെ കാര്യം പറഞ്ഞതാ. സ്റ്റൈലിംഗ് എനിക്ക് പക്ഷെ ആ വിൻസറീവിയുടെ ഒരു സ്റ്റൈലിംഗ് ഇഷ്ടപ്പെടില്ല. ഇല്ല, പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. കണ്ട് ഇഷ്ടമായി. അതിന് പിന്നെ ആദ്യം വലിയ ഇഷ്ടമല്ലായിരുന്നു, കണ്ട് കുഴപ്പമില്ല, നൈസാണ്. ഓക്കെ, ഇനിയും ഇതിൻ്റെ ഒരു മെയിൻ്റനൻസിൻ്റെ കാര്യം ചോദിക്കുകയാണ്. ഒരു ലോങ് ടേമിൽ ഹോണ്ട യൂസ് ചെയ്യുന്ന ഒരാളാണ് എന്ന നിലയിൽ എങ്ങനെയാണ് സർവീസ് കോസ്റ്റുകൾ വരുന്നത്? ഷോറൂമിൽ തന്നെയാണോ ഇപ്പോഴും സർവീസ് ചെയ്യുന്നത്? അതിൻ്റെ കാര്യങ്ങൾ. ഞാൻ ഹോണ്ടാസ് ഒരുപാട് ഹോണ്ട ഉപയോഗിച്ചിട്ടുണ്ട്. ടൈപ്പ് 2 സിറ്റി തൊട്ട് ഡോൾഫിൻ എന്ന് വിളിക്കുന്ന 2007 സിറ്റി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ 2010-12 വരെയുള്ള ആരോ ഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റിയുണ്ട്. ആരോ ഷോട്ട് അതൊരു സിറ്റിയാണ്. അതിൻ്റെ ആ സെയിം എൻജിൻ ബ്ലോക്കാണ് ഇതിലും വരുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, 1.5 1.2 ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഡീസൽ സിറ്റി ഞാൻ ഡ്രൈവ് ചെയ്തിട്ടേ ഉള്ളൂ, എൻ്റെ ഫ്രണ്ടിനുണ്ടായിരുന്നു. അപ്പം ഹോണ്ടയിൽ മെയിൻലി എൻജിൻ, ഗിയർ ബോക്സ് ഇതെല്ലാം റിലയബിൾ ആണ്. പെട്രോൾ അടിക്കുക, ഓയിലും ഫിൽറ്ററും മാറ്റുക. ഏത് നമ്മൾ 5000 കിലോമീറ്ററോ 10000 കിലോമീറ്ററോ കൂടുമ്പോൾ അത് റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റ് എൻജിൻ സൈഡിൽ നിന്നും ഗിയർ ബോക്സ് സൈഡിൽ നിന്നും കാണിക്കത്തില്ല. ധൈര്യമായിട്ട് കൊണ്ടുനടക്കാം. അവർ ഏകദേശം സിറ്റിയിലൊക്കെ പറയുന്ന 15 കിലോമീറ്റർ മൈലേജ് ആണെങ്കിൽ ഏകദേശം ആ ഒരു റേഞ്ചിനടുത്ത് മൈലേജും കിട്ടും, ഡ്രൈവിംഗ് സ്റ്റൈൽ വെച്ചിട്ട്. നമ്മൾ കാം ആൻഡ് ക്വയറ്റായിട്ട് പോവുകയാണെങ്കിൽ നല്ല മൈലേജ് കിട്ടും. വണ്ടി ഭയങ്കര സ്മൂത്ത് ആൻഡ് ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ ആകണമെങ്കിൽ നമുക്ക് ദിഗംബരനാകാം. അതാണ് അതിൻ്റെ പ്രത്യേകത. നല്ല പെപ്പിയാണ്, എൻജിൻസ് എല്ലാം ഹൈ റൈവിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് രണ്ട് രൂപങ്ങൾ സ്വീകരിക്കാം. മാന്യനാകാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അന്യനാകാം. അന്യനും അമ്പിയാകാൻ പറ്റുന്ന വണ്ടിയാണ് ഹോണ്ട. ഓക്കെ, അപ്പം പ്രോപ്പർ മെയിൻ്റെനൻസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇല്ല, ബാക്കി നമുക്ക് അകത്ത് കയറി ചോദിക്കാം. മഴ വരുന്നു, ക്യാമറ തന്നെ. മഴയൊക്കെ ആയിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി. പുറത്തുനിന്ന് കാണുന്ന ഒരു വണ്ടിയല്ല ശരിക്കും ബ്രിയോ എന്ന് പറയുന്നത്. അകത്തെ ഒരു സ്പേസ് കണ്ടില്ലേ? ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിനാണ് ഇതിനുള്ളത്. അത് പുറത്തുനിന്ന് കണ്ടാൽ തോന്നത്തുമില്ല അല്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ, നല്ല പാക്കേജിങ് ആണ് ആക്ച്വലി ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു
കളറിങ്ങിന്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ ആദ്യം ഇറങ്ങിയ ബ്രിയോകളിൽ അത് മൊത്തം ബേജ് കളറാണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ലൈറ്റിങ് നമ്മുടെ റൂമിലുള്ള ലൈറ്റിങ് കൂടും. അപ്പൊ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് നോക്കിയാൽ അറിയാം ലെഗ് സ്പേസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. അതുണ്ട്, സ്കൂപ്പ് ഔട്ട് ചെയ്ത് വെക്കുന്നതാണ്, ഇരിക്കാനും സുഖമാണ്. പിന്നെ എടുത്ത് പറയണമെന്ന് വെച്ചാൽ AC ആണ്. AC ഇത്രയും ചെറിയ വണ്ടി ആയതുകൊണ്ടും AC ഭയങ്കര കൂളിംഗ് ആണ്. അങ്ങനത്തെ ഒരു നല്ല എഫക്റ്റീവ് ആണ്. നമുക്ക് 2 ഇലൊക്കെ ഇട്ട് നമുക്ക് ഇവിടെ തണുത്ത് പറിക്കാം. 3 ഇലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു ബിയർ ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ ബിയർ തണുപ്പിക്കാം. അങ്ങനെയൊക്കെയുള്ള ചെറിയ കലാപരിപാടികളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഇതിപ്പം പവർ കുറയുന്ന ഇല്ല, ആ ഒരു വിഷയമില്ല. അത് ആൾട്ടോ പോലെ അല്ല, ആ ഒരു വിഷയമില്ല. ശരിക്കും വണ്ടി ഫ്യൂൽ എഫിഷ്യന്റ് ആണെങ്കിൽ എല്ലാ ക്ലാസ്സും കയറ്റിയിട്ട് AC ഇട്ട് പോകുമ്പോഴാണ് ശരിക്കും ഫ്യൂൽ എഫിഷ്യന്റ് ആകുന്നത്. എയർ ഒന്നും കയറ്റാതെ നമ്മള് പണ്ടത്തെ രീതിയിൽ നമ്മൾ വിചാരിക്കുക എന്നാൽ AC ഇടാതെ പോയി കഴിഞ്ഞാൽ മൈലേജ് കിട്ടുമെന്ന് വിചാരിക്കും. പക്ഷെ വണ്ടിക്ക് അകത്തോട്ട് എയർ കയറി പിടിച്ചു നിർത്തുക വണ്ടി ബാക്കിലോട്ട് വലിക്കുക. അതെ. പിന്നെ ഇന്റീരിയറിൽ വന്നിരിക്കുന്ന അന്ന് 2012 മോഡലിൽ കണ്ട പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അന്നൊരു പുതുമയായിട്ട് തോന്നിയ കാര്യം ഇതിന്റെ ഡാഷ്ബോർഡ് തന്നെയാണ്. ഇപ്പം വെറൈറ്റി ഡാഷ്ബോർഡാണ്. 3 കളറാണ് വന്നിരിക്കുന്നത്. അത് വലിയ വെറൈറ്റി അല്ലെങ്കിൽ പോലും ഒരു വേറൊരു ലുക്കാണ്. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്തിട്ട് ഇതിൽ ഡിസൈൻ ഒന്നും അല്ല, പല കർവ്സ്, പല ടിപ്പിക്കൽ ജാപ്പനീസ് ഡിസൈൻ. അപ്പം ഇതിലിപ്പം വലിയ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഇപ്പൊ മ്യൂസിക് സിസ്റ്റം ഉണ്ടായിരുന്നു കമ്പനി, അതിൽ ആകെപ്പാടെ ഉണ്ടായിരുന്ന FM-ഉം USB ഓക്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് ബ്ലൂടൂത്ത് ഇല്ലാതെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അത് ബേസിക് ആയിട്ടുള്ളൊരു മ്യൂസിക് പ്ലെയർ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ പൈനിയറിന്റെ നല്ല ഔട്ടുള്ള ഒരു പ്ലെയർ ആണ്. ബാക്കി പവർ ചെയ്തേക്കുന്ന മൊത്തം MTXന്റെ കോമ്പണന്റ് വെച്ചിട്ടാണ് റിയറും ഫ്രണ്ടും സ്പീക്കർ വന്നേക്കുന്നത്. ഗ്രൗണ്ട് സീറോയുടെ ഒരു 4 ചാനൽ ആംപ്ലിഫയറും ഉണ്ട്. പിന്നെ നമുക്ക് ബാസിന് വേണ്ടി നമുക്ക് റിയറിലൊരു ഓഡിറ്ററിന്റെ സബ് ഊഫറുണ്ട്. അത് കുഴപ്പമില്ല. പിന്നെ അത് പവർ ചെയ്യുന്ന പൈനിയറിന്റെ ഒരു ആമ്പാണ്. 2 ചാനൽ ആമ്പ് നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് ഇതിനു വേണ്ടി കൊടുത്തേക്കുന്നതാണ്. പിന്നെ ഇതിലിപ്പം നമുക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഇന്റീരിയറിൽ കയറുമ്പോഴത്തേക്ക് സൗണ്ട് കുറച്ച് ഇപ്പുറത്തെ സൗണ്ട് അധികം കിട്ടത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഡോറുകളും എല്ലാം ഡാമ്പ് ചെയ്തിട്ടുണ്ട്, റൂഫ് ഡാമ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം മഴവെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റോഡ് നോയ്സ് നന്നായിട്ടുണ്ട് ഈ ടയറിന്. അപ്പം നമുക്ക് AC ഇട്ട് പോകുമ്പോൾ നമുക്ക് അറിയാലോ, പാട്ടും വെച്ചാൽ നമ്മൾ ഒന്ന് റോഡ് നോയ്സ് അറിയത്തില്ല, പുറത്ത് നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതില് വേറൊരു ഫീച്ചറല്ല, സ്റ്റാൻഡേർഡായിട്ട് ഇതൊക്കെ കൊടുക്കേണ്ടതാണ്. ആക്ച്വലി 2 എയർ ബാഗും ABS ഒക്കെ പണ്ടോട്ടെ സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കേണ്ടതാണ്. ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ അതിന് സ്റ്റിയറിംഗ് സ്റ്റിൽറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ കംഫർട്ട് പൊസിഷനിലായിട്ടേക്കുന്നത്. അതാണ് ഈ ഇങ്ങനെ താന്നിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സുഖമാണ്. തട്ടുന്നുണ്ട്, പക്ഷെ സ്റ്റിൽ നമ്മൾ കയറി എക്സ്പീരിയൻസ് ആയി. ഇപ്പം അതിങ്ങനെ നമ്മൾ മാനേജ് ചെയ്ത് പോവാം. വേണം നമുക്ക് ടോപ്പിലിടാം. ടോപ്പിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്ര മുങ്ങിപ്പോവും. ഒത്തിരി താത്തി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഏകദേശം ഒരു മിഡിൽ പൊസിഷനിൽ നിർത്തിയിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഗോകാർട്ട് ഫീല് കിട്ടും. ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ആ ഒരു ഫീല് കിട്ടും. പിന്നെ RPM മീറ്റേഴ്സ് ഒക്കെ ഉണ്ട്, ടാക്കോമീറ്ററൊന്നും എല്ലാ വണ്ടികളിലും. അതെ, RPM മീറ്റർ ഒക്കെ ലക്ഷറി ആണ്. റിക്സിലൊക്കെ വന്നോണ്ടിരുന്ന RPM മീറ്റർ എന്ന് വെച്ചാൽ എക്സ്ട്രാ ഇവിടെ ഒരു RPM മീറ്റർ കൊടുത്ത് അതിന് എക്സ്ട്രാ കാശ് മേടിക്കുന്നു. പിന്നെ സ്വിഫ്റ്റിനാണെങ്കിലും RPM മീറ്റർ ഇല്ലായിരുന്നു. ഇപ്പോഴും RPM മീറ്റർ ഇല്ല വണ്ടികൾക്ക്, ശ്രദ്ധിച്ചാൽ അറിയാം. ചില വണ്ടികൾക്കൊന്നും RPM മീറ്ററേ ഇല്ല. സ്പീഡോമീറ്ററും ഒരു കുഞ്ഞ് ഡിസ്പ്ലേ ഉള്ളൂ. RPM ഇങ്ങനെ കയറുന്ന കാണുമ്പോൾ ഒരു ഭംഗിയാണ്. പിന്നെ അത് RPM നോക്കി ഓടിച്ചാലും ഈ ഐവിട്ടൊക്കെ ഓടിക്കാനായിട്ട് നല്ല രസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3000-ലേക്ക് നിർത്തി നമ്മൾ റെവ് ചെയ്ത് അതിൽ മേളിൽ ലൈനൊക്കെ അടിക്കാൻ പറ്റും. പക്ഷെ അത് ആവശ്യം വരാറില്ല. വരുമ്പോൾ വണ്ടി എത്തിയിരിക്കും. പിന്നെ ഗിയർ ഷിഫ്റ്റിങ്ങും നല്ല സ്മൂത്ത് ആണ്, ഭയങ്കര. വേണേ പഴം എന്നാ വിളിക്കാം, പഴം പോലെ ഗിയർ വീഴുന്നു എന്ന് പറയാം. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട്. അത് ഞാൻ S വേരിയന്റിൽ മ്യൂസിക് സിസ്റ്റത്തിന്റെ കൂട്ടത്തിൽ വന്നതാണ്. അപ്പം നമ്മൾ പുതിയ ഈ സിസ്റ്റത്തിനായിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വോളിയം കൂട്ടാനും പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാനൊക്കെ പറ്റും.
പിന്നെ FM ചേഞ്ച് ചെയ്യാനും പറ്റും നമുക്ക്. പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മെയിൻ്റനൻസിൻ്റെ കാര്യം, ഒരു പ്രോപ്പർ ഓയിൽ ചേഞ്ചും ഫിൽട്ടർ ചേഞ്ചസും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വണ്ടിയിൽ അധികം വർക്കൊന്നും വരാറില്ലെന്ന് പറഞ്ഞു. അതല്ലാതെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് പ്രതീക്ഷിക്കാത്ത വർക്കുകൾ എന്തെങ്കിലും ചെയ്തോ? പാർട്സ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും മേജറായിട്ടൊന്നും ചെയ്തിട്ടില്ല. ചെയ്തേക്കുന്നത് ഞാനിപ്പോൾ എല്ലാ 6000 കിലോമീറ്ററിലും ഹോണ്ടയിൽ സർവീസ് ചെയ്യുന്നുണ്ട്. ഇതുവരെയായിട്ട് ഹോണ്ടയിൽ മാത്രം സർവീസ് ചെയ്യുന്നു. 6000 കിലോമീറ്ററിൽ ചെയ്യും? 6000 കിലോമീറ്റർ ചെയ്യുന്നുണ്ട്. എത്ര കോസ്റ്റ് വരും അതിന്? അത് അറൗണ്ട് ഒരു 4 രൂപ റേഞ്ച് വരുന്നുണ്ട്. അല്ലെങ്കിൽ അവർ 6 മാസം കൂടുമ്പോൾ ഇവർ വിളിക്കും ഹോണ്ടക്കാരെ. പിന്നെ ഹോണ്ടയ്ക്ക് പിന്നെ വേറൊരു നല്ലൊരു കാര്യമുണ്ട്. കാരണം നമ്മളിതൊന്നും ഓർത്ത് വെക്കാത്ത കാര്യങ്ങളാണ്. ഹോണ്ട കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അപ്പോൾ ആപ്പിൽ നമ്മുടെ വണ്ടിയായിട്ട് ഇങ്ങനെ സിങ്ക് ചെയ്തിട്ടേക്കുവാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഇതുവരെയായിട്ടും ചെയ്തേക്കുന്നത്, വണ്ടി മേടിച്ചപ്പോൾ തൊട്ട് ഇതുവരെയായിട്ടും ചെയ്തേക്കുന്ന എല്ലാ വർക്കുകളും അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു യൂസർ വണ്ടി മേടിക്കുമ്പോൾ പോലും അവർ ഇതുമായിട്ട് ചെയ്തേക്കാണ്. ഹോണ്ട ചെയ്ത വർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാ സർവീസ് വർക്കും ഈ ലേബർ വർക്കും പാർട്സ് ചേഞ്ച് ചെയ്തതും അങ്ങനെ എല്ലാം കാണിക്കും. സർവീസ് ഹിസ്റ്ററി എടുക്കാൻ എളുപ്പമാണ്. അത് ഹോണ്ട ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വേറെ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ. അപ്പം ഇതിപ്പോൾ ഏകദേശം 76,000 കിലോമീറ്റർ ആയി. അതെ. അപ്പം ഇതുവരെ കിട്ടിയ ഫ്യൂവൽ എഫിഷ്യൻസി മുമ്പേ പറഞ്ഞ പോലെ ഫ്യൂവൽ എഫിഷ്യൻസി എനിക്ക് നേരത്തെ കിട്ടിയേക്കുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റോക്കായിട്ടിരുന്നപ്പോൾ കിട്ടിയത് 14-15 ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം ഇതുണ്ട്. ഇന്നിപ്പം കുറച്ച് മര്യാദയ്ക്ക് ഓടിച്ചുകൊണ്ടാണ് 13 കാണിക്കുന്നത്. അത് ഇത്ര നേരം നിർത്തിയിട്ട് പോലും. ഇപ്പൊ ഞാൻ അവിടുന്ന് വണ്ടി കഴുകിയിട്ട് പിന്നെ അവിടുന്ന് ചെളി പറ്റിക്കാതെ ഭയങ്കര ശാന്തനും സൗമ്യനുമായിട്ട് വന്നുകൊണ്ടാണ് ഈ 13 കാണിക്കുന്നത്. ഓക്കെ. അപ്പം ഞാൻ ചോദിക്കാൻ വന്നത്, ഇത്രയും ഒരു 2012 മോഡൽ തൊട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു യൂസ്ഡ് ബ്രയോ എടുക്കാൻ താല്പര്യമുള്ളവരെ എന്തൊക്കെ ശ്രദ്ധിക്കണം? എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അതോ ഈ സർവീസ് ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് കണ്ണും പൊട്ടി പോയി മേടിക്കാൻ പറ്റിയ വണ്ടിയാണോ ഇത്? എന്ത് പറയാനുണ്ട്? ഒരു 1,00,000 കിലോമീറ്റർ ഒക്കെ ഓടിക്കഴിഞ്ഞ വണ്ടികൾ. പെട്രോൾ വണ്ടിയാണ്. അപ്പം ശരിക്കും ബേസിക്കലി പണിയൊന്നും വരത്തില്ല. എൻജിൻ സൈഡിൽ നിന്നും ഒന്നും പണിയൊന്നും വരത്തില്ല. അതുപോലെ ഈ ഭയങ്കര മഫ്ലറും അതുപോലെ മോഡിഫൈ ചെയ്ത വണ്ടികളൊക്കെ ആണെങ്കിൽ എടുക്കാതിരിക്കുന്നത് നല്ലത്. പക്ഷെ മോഡിഫൈ ചെയ്ത വണ്ടിയാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല. കാരണം ഹോണ്ടയ്ക്ക് എഞ്ചിനും ഗിയർ ബോക്സും ഒക്കെ എപ്പോഴും അടിപൊളി വരികയും. പിന്നെ ഇതിന് യൂസർ വണ്ടി എടുക്കുമ്പോഴത്തേക്കും നോക്കേണ്ട കാര്യങ്ങൾ മൊത്തം പാർട്സ് റീപ്ലേസ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പാർട്സിന്റെ അവൈലബിലിറ്റിയും പാടാണ്. എന്നുവെച്ചാൽ ഇപ്പം ഈ പെട്ടെന്ന് തന്നെ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ഇതിന്റെ പാർട്സ് ഹോണ്ട നിർത്തുവാന്നാണ് പറയുന്നത്. പിന്നെ ഡയറക്റ്റ് പുറത്തുനിന്നൊക്കെ എടുക്കണം. പിന്നെ അത് ഹോണ്ടയിൽ നിന്ന് കിട്ടുമായിരിക്കും. ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വരും. ബ്രിയോയ്ക്കുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രിയോ അത്ര വലിയ സക്സസ് അല്ലാത്തതുകൊണ്ട് പാർട്സ് വില കൂടുതലുമായിരിക്കും, പിന്നെ കിട്ടാനും പാടായിരിക്കും. പിന്നെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ അമൈസ് സക്സസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് അമൈസിന്റെ പാർട്സുകളൊക്കെ, അതായത് ബ്രിയോ, അമൈസ്, മൊബീലിയോ ഇതെല്ലാം ഒരു വണ്ടിയാണ്, ഒരേ ഷാസി വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഫ്രണ്ട് എല്ലാം സെയിം ആയിരിക്കും. ഇപ്പോൾ ബോണറ്റ്, ബമ്പർ, ഗ്രില്ല്, ലൈറ്റ് ഇതെല്ലാം അധികം പ്രൈസ് ഇല്ലാതെ നമുക്ക് തേർഡ് പാർട്ടി കമ്പനിയിൽ നിന്ന് കിട്ടും. കാരണം അതൊക്കെ സക്സസ്ഫുൾ വണ്ടി ആയതുകൊണ്ട് അമേസ്. അപ്പോൾ ബ്രിയോ സ്റ്റോക്കായിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ പുറകിലത്തെ ടൈലൈറ്റിനൊക്കെ ഏകദേശം 2,000 രൂപ അടുത്ത് വിലയുണ്ട്. 2,000-2,500 അടുത്ത് വിലയുണ്ട്. ഇപ്പം 2 ടൈപ്പ് ടൈലൈറ്റ് ബ്രേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതും കമ്പനി തന്നെ സോഴ്സ് ചെയ്ത് ചെയ്യേണ്ടി വരും. പുറത്ത് മേടിക്കാൻ കിട്ടത്തില്ല. ഓട്ടോ ഗോൾഡ് എന്നൊക്കെ പറയാൻ കമ്പനിയുടെ കിട്ടുന്നുണ്ട്, ബുട്ട്മോയിലൊക്കെ കാണിക്കുന്നുണ്ട്. എത്രമാത്രം സത്യമാണെന്ന് അറിയത്തില്ല. പിന്നെ ട്രിം, ബോഡി പാർട്സുകൾ അതെല്ലാം തന്നെ യൂണീക്കാണ്. പെട്ടെന്ന് കിട്ടാൻ വകുപ്പില്ല നോക്കിയിട്ട്. അപ്പം അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതൊരു സ്റ്റോക്ക് വണ്ടിയാണ് പുറത്തുനിന്ന് കാണുമ്പോഴേ. പക്ഷെ ഇതിനകത്ത് എത്ര രൂപയുടെ മൊത്തത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ നോക്കിയിട്ടില്ല. 3 ലക്ഷം രൂപയുടെ വർക്കേലും ചെയ്തിട്ടുണ്ടാവില്ല ഏകദേശം. അതങ്ങനെ നോക്കിയിട്ടില്ല. കാരണം ഇതെല്ലാം നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുന്നോണ്ടേ. പിന്നെ പണിക്കൂലി ഇല്ല, നമ്മള് തന്നെ വീട്ടിലിട്ട് ചെയ്യുന്ന. അപ്പൊ സ്വന്തം വണ്ടി നമുക്ക് എന്തും ചെയ്യാം, ആരോടും ഒന്നും പറയണ്ട. അപ്പൊ പണിക്കൂലി ഇല്ല, പാർട്സിന്റെ പൈസ മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ ക്ഷമ, കാത്തിരിപ്പ്, അത് പാർട്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും കിട്ടുന്ന വള്ളികള്,
ഡ്യൂട്ടി ക്ലിയറൻസ് അതൊക്കെ ഉള്ളൂ. നമ്മള് പാർട്സ് മേടിക്കുവാണെങ്കിൽ ഓക്കെ, പുറത്തുനിന്ന് വരുത്തുവാണെങ്കിൽ നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കുക നമുക്ക് തരുന്ന ആളെ, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഇവിടെ വന്നിട്ട് പൈസ കൊടുക്കാന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഒന്നും ഇല്ല. കണ്ണും പൂട്ടി വിശ്വസിച്ച് കാശ് കൊടുക്കുക, പാർട്സ് വരുന്നത് മേടിക്കുക, ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ വള്ളികളും സ്വീകരിക്കുക. അപ്പോൾ എനിക്ക് എനിക്ക് ആ കോയിലോവറിന് മാത്രമേ, സസ്പെൻഷന് മാത്രമേ കുറച്ച് പൈസ കൂടുതലായിട്ടുള്ളൂ. അതൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റാതെ നിലനിൽപ്പില്ല. ഫഹദിന് സിംഗിൾ ആയതുകൊണ്ട് ഭാര്യ തല്ലുകയല്ല. അല്ല, നമുക്ക് വീട്ടിൽ പറയാൻ പറ്റുമല്ല. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകും. കാരണം വീട്ടിലെ പല കാര്യങ്ങളും പെൻഡിങ് വെച്ചിട്ടാണ് നമ്മൾ യുദ്ധത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും വണ്ടി വിൽക്കുമ്പോൾ ആ പൈസ കിട്ടുമെന്ന് വിചാരിക്കുന്നുമില്ല. പക്ഷെ ഇത് ഞാൻ ഒരു നമുക്ക് ആഗ്രഹം ഉണ്ടല്ലോ, ആഗ്രഹം വേണം, ആഗ്രഹമുള്ളത് ചെയ്യുകയും ചെയ്യണം. പക്ഷെ ഇതിപ്പം കുറച്ച് നാൾ കഴിഞ്ഞാലും ഒരു പ്രൊജക്ട് കാറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടാണ് എൻ്റെ താല്പര്യം. അതായത് ഒരു ഇപ്പം 90 PS ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയും 1.5 എന്ന് പറഞ്ഞ എഞ്ചിൻ ഉണ്ടല്ലോ, ഒത്തിരി പേര് ഓൾറെഡി ഇന്ത്യയിൽ ചെയ്ത് കഴിഞ്ഞു. സ്വാപ്പ് ചെയ്യാൻ പറ്റും, എഞ്ചിൻ സ്വാപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ലീഗലല്ല. അപ്പം 1.5 വേണ്ട 128 ഹോഴ്സ് പവർ ഉണ്ട്. അപ്പോഴത്തേക്ക് ഇത് പ്രോപ്പർ ഹോട്ട് ഹച്ച് ആവും. പിന്നെ ഹാൻഡ്ലിംഗ് ഒക്കെ ഇപ്പൊ പക്കയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ആ സസ്പെൻഷനും ടയറും വീൽസും എല്ലാം പക്ക ആക്കിയതുകൊണ്ട് വണ്ടി ഇപ്പം റോഡിൽ കുത്തിയിരിക്കും. ഏത് വളവെടുത്താലും വണ്ടി റോഡിൽ കുത്തിയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ. നമ്മളൊന്നും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ മാത്രമേ ഉള്ളൂ. വണ്ടിയുടെ ബോഡി റോൾ എന്ന് പറയുന്ന സാധനം ഇപ്പം ചെറിയ പെർസെന്റേജ് ഉള്ളൂ. അപ്പം ഈ സീറ്റ് മീൻസ് ഹെഡ് റെസ്റ്റ് ഒന്നും ഇല്ല, ഇതൊക്കെ സ്റ്റോക്ക് സീറ്റാണ്. അത് മാറ്റാനോ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ഒന്നും ചെയ്യണോ? സീറ്റിലൊക്കെ നമ്മളങ്ങനെ അതിൽ കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്താ പറയുന്നത്, കുറെ കോസ്മെറ്റിക്കലി ഇവിടെ കുറെ 10 മീറ്റർ വെക്കുക, ഇവിടെ സീറ്റ് മറ്റേ റേസിംഗ് സീറ്റ് കയറ്റുക, അതൊക്കെ കാശുണ്ടാകുമ്പോൾ ചെയ്യാം. പക്ഷെ മെയിൻലി കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അവിടെയാണ് കുറച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി. ഞാൻ ഈ പറഞ്ഞ മൊത്തം എന്റെ കാഴ്ചപ്പാടോ. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വണ്ടിയെ പറ്റി കാഴ്ചപ്പാടുണ്ടാവും. അതെ അതെ. നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടുന്ന് ബിൽഡ് ചെയ്ത് തുടങ്ങാം. ഇതൊക്കെ പിന്നെ കാശുണ്ടാകുമ്പോൾ നമുക്ക് സീറ്റ് കയറ്റാം. സ്ക്രീനും ഒക്കെ അല്ലേ? സ്ക്രീൻ എനിക്ക് താല്പര്യമില്ല. ആൻഡ്രോയിഡ് സെറ്റിന് ഒരിക്കലും ഓഡിയോ ഔട്ടില്ല, ക്വാളിറ്റി മാറും. എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് സെറ്റ് എടുക്കുക, അവിടുന്ന് പിന്നെ DSP എന്ന് നമ്മൾ ആംപ്ലിഫയറിലോട്ട് കൊടുക്കുക, അവിടുന്ന് വേണം ഔട്ട് എടുക്കാൻ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാനുവൽ നോബൊക്കെയാണ്. നമുക്ക് വോളിയം കൂട്ടാം. നെക്സ്റ്റ് നമുക്ക് എപ്പോഴും സ്പോട്ടിഫൈ വെച്ചിട്ട് പാട്ട് കേൾക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ടതുള്ളൂ, ബാക്കിയെല്ലാം ഫോണിൽ കൂടെ ചെയ്യുന്നത്. പിന്നെ പൈനിയറിന് ഒരു ആപ്പും കൂടെ ഉണ്ട്, സ്മാർട്ട് സിങ്ക് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഇതിനെ വയർലെസ് ആയിട്ട് കൺട്രോൾ ചെയ്യാം. നമുക്ക് ടൈം അലൈൻമെന്റ് ചെയ്യാം. അതായത് ഇപ്പൊ ഞാൻ ലിസണർ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ അനലോഗ് സിസ്റ്റത്തിലും. അതെ. അതുകൊണ്ടാണ് ഞാൻ ഈ സെറ്റ് എടുത്തത്. MBH 320 BT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേസിക് സെറ്റാണ്. ഇതിന്റെ അടുത്ത നല്ലൊരു സെറ്റ് എന്ന് പറയുന്നത് 5290 BT എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റാണ്. അത് ആൻഡ്രോയിഡ് അല്ല, ഓഡിയോയ്ക്ക് നല്ല പ്രാധാന്യപ്പെടുന്ന സെറ്റാണ്. അതിൽ നമുക്ക് സ്മാർട്ട് സിങ്ക് വെച്ചിട്ട് ടൈം അലൈൻമെന്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് കേൾക്കുവാണെങ്കിൽ ഇപ്പോൾ അവിടുന്നുള്ള ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഡിസ്റ്റൻസ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ലിസണറിലേക്ക് വന്നോളും, കൂടുതൽ ഫോക്കസ് ചെയ്ത് സൗണ്ട് വന്നോളും. അവിടുന്ന് എല്ലാ ചാനലിൽ നിന്നും കിട്ടും. അങ്ങനെ അതായത് യൂസ്ഡ് ആയിട്ട് ബ്രിയോ എടുക്കുമ്പോഴത്തേക്കും ബ്രിയോ 2012 തൊട്ട് 2018 വരെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഏറ്റവും ബേസിക് ആയിട്ട്, അതായത് ഫസ്റ്റ് ഇറങ്ങിയ ബ്രിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാം ബേസിക് ആണ്. പക്ഷെ ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർ ബാഗ്, ABS എല്ലാം എപ്പോഴും എടുക്കാൻ നോക്കുമ്പോൾ എസ് വേരിയന്റോ അല്ലെങ്കിൽ VXO എടുക്കുക. VX-ലാകുമ്പോൾ അലോയ് വീലും വരുന്നുണ്ട്, ഫോഗിലാകും വരുന്നുണ്ട്, അങ്ങനെയുള്ള വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ബ്രിയോയിലൊക്കെ നമുക്ക് ബ്ലാക്ക് ഇന്റീരിയർ വരാൻ തുടങ്ങി. പിന്നെ ഉള്ളത് 2018 വരുമ്പോഴത്തേക്കും ഡാഷ്ബോർഡ് കംപ്ലീറ്റ്ലി മാറി, ഫ്രണ്ട് എൻഡ് മാറി, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആയി, കുറച്ചുകൂടെ പ്രീമിയമും അങ്ങനത്തെ ഒരു ഫീൽ മാറ്റം വന്നു. എന്നിട്ടും ബ്രിയോ ക്ലച്ച് പിടിച്ചില്ല. സ്റ്റിൽ നല്ല വണ്ടിയാണ്. ഇപ്പോൾ ഹോണ്ട വേണമെന്നുള്ളവർക്ക് ഒരു ചെറിയ പാക്കേജിൽ, അതായത്
അഫോർഡബിൾ ആയിട്ട് അതായത് ഒരു അറൗണ്ട് ഒരു 3 lakhs കിട്ടില്ലേ? ഒരു 280-250 തൊട്ട് വണ്ടി കിട്ടുന്നുണ്ട്. ഒരു ഓട്ടോമാറ്റിക്കിന് ഭയങ്കര ഡിമാൻഡാണ്, കാരണം വണ്ടി എണ്ണം കുറവാണ്. അപ്പം ഓട്ടോമാറ്റിക് കൊണ്ട് 5 വരെ പോകുന്നുണ്ട്, ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക്കിനൊക്കെ വണ്ടി വിശ്വസിച്ചെടുക്കാം, കാരണം വേറെ ഒരു പ്രശ്നവുമില്ല, മേജറായിട്ടുള്ള പണികളൊന്നുമില്ല. ആകെപ്പാടെ സസ്പെൻഷൻ കുറച്ച് നാൾ കഴിയുമ്പോൾ വീക്കാവും, സസ്പെൻഷൻ മാറ്റി കൊടുക്കുക, അത് വലിയ വിലയൊന്നുമില്ല. ഹോണ്ടയിൽ പോവാണെങ്കിൽ ഒരു 30 രൂപയുടെ കേസാവും, 4 എണ്ണം കൂടെ കൂട്ടി. പുറത്തൊക്കെ ആണെങ്കിൽ ഒരു 15 രൂപയ്ക്ക് പരിപാടി വരും. അത് ഗബ്രിയലിന്റെ ഒക്കെ മേടിയാൻ കിട്ടും, നല്ലതൊക്കെയാണ്. പിന്നെ ഉള്ളത് ബ്രേക്സ് എപ്പോഴും ഹോണ്ടയുടെ തന്നെ OEM ആയിട്ടുള്ള പാർട്സ് ഉപയോഗിക്കാവുള്ളൂ. കാരണം ബാക്കി ബ്രേക്സ് എപ്പോൾ ഇട്ടാലും ബ്രേക്ക് ഡസ്റ്റ് കൂടുതലാണ്. ഹോണ്ടയുടെ OEM-ന് ഡസ്റ്റ് തീരെയില്ല. പിന്നെ വേറെ പ്രശ്നമുള്ളത് ബ്രിയോയ്ക്ക് ഈ ഗ്ലാസ് വൈൻഡറിന് ചെറിയൊരു പ്ലേ ഉണ്ട്. നമ്മളത് ഡോറ് നമ്മൾ ഗ്ലാസ് പകുതി താത്തിയിട്ടൊക്കെ ഡോർ അടയ്ക്കുമ്പോഴൊക്കെ ആ ഒരു സൗണ്ട് കാണാറുണ്ട്, ഒരു കംപ്ലൈൻ്റ് ആയിട്ട് കാണാറുണ്ട്. ഞാൻ പഴയ വണ്ടികളിൽ കണ്ടിട്ടുണ്ട്, പഴയ സിറ്റികളിലൊക്കെ കണ്ടിട്ടുണ്ട്, പിന്നെ ബ്രിയോയിലും കാണുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ റിയർ സബ് ഫ്രെയിം കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് കുറച്ചൊരു സൗണ്ട് ഉണ്ടാകാറുണ്ട്. അതിന് ഹോണ്ടയ്ക്ക് ശരിക്കും അവർക്ക് റെമഡി ഒന്നുമില്ല. അവർ പറയുന്നത് അത് സീൽ ചെയ്ത് തരാമെന്നാണ് പറയുന്നത്, എന്തെങ്കിലും റെസിൻ ഉപയോഗിച്ച് സീൽ ചെയ്ത് തരാമെന്നാണ് പറയുന്നത്. ആ സൗണ്ട് അവിടെ കാണും, സൗണ്ട് കുറയുന്നേ ഉള്ളൂ. വേറെ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളും ഒന്നുമില്ല. വണ്ടിയുടെ മെറ്റൽ ക്വാളിറ്റി കുറച്ച് ശോകമാണ്. എന്നുവെച്ചാൽ നമ്മൾ തട്ടുമുട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പാട്ടൊക്കെ അടിക്കുന്ന സൗണ്ട് കേൾക്കും. ഡെന്റ് അങ്ങനെ പെട്ടെന്ന് വരാനുള്ള സാധ്യതയില്ല, എന്നാൽ പോലും സൗണ്ടുകൾ ഭയങ്കര കൂടുതലാണ്. പിന്നെ ഈ അകത്തെ പ്ലാസ്റ്റിക്സിന്റെ ഒക്കെ കുറച്ച് കരച്ചിലും ബഹളമൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ട്. അത് ഉണ്ട്, അതിലൊന്നും ഹോണ്ടയ്ക്കൊന്നും ചെയ്യാനില്ല. അതിൽ വലിയ പരാതിയുമില്ലെന്ന് തോന്നല്ലോ അല്ലേ? അതിൽ പരാതി ചില സമയത്ത് നമ്മൾ ഈ സൗണ്ടുകൾ കുറച്ച് അകത്ത് ഞാൻ പറഞ്ഞല്ലോ ഡാമ്പ് ചെയ്തുകൊണ്ട് പുറത്തെ സൗണ്ട് കുറച്ചേ കേൾക്കാനുള്ളൂ. അപ്പൊ അകത്തെ സൗണ്ട് ഇങ്ങനെ കീന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാക്കിയെല്ലാം സൈലന്റ് ആയതുകൊണ്ട്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്രയും കൊല്ലമായിട്ടും 2012 വണ്ടി, ഇത്രയും കൊല്ലമായിട്ടും നമ്മൾ ഈ പിടിക്കുന്ന പോർഷനിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം തേയ്മാനം വന്നിട്ടുള്ളൂ. നോക്കുമ്പോൾ അറിയാം, റെഗുലർലി നമ്മളിങ്ങനെ കൈവച്ച് ഓടിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന സ്റ്റോക്കിനൊന്നും കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. AC ഒക്കെ മാനുവൽ AC ആണ്, പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്, ഒരു പ്രശ്നമില്ല. പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ AC ഫിൽറ്റർ ഇതിനകത്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും അവിടെ അവർ അടച്ചു വെച്ചേക്കുവാണ് ഒരു കവർ വെച്ചിട്ട്. വേണം അത് കട്ട് ചെയ്തിട്ട് ഹോണ്ട സിറ്റിയുടെ ഫിൽറ്റർ കയറ്റി വെച്ചിട്ട് നമുക്കത് ഫെവിക്വിക്കിന് ഒട്ടിച്ച് വെക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് ഫിൽറ്റർ ഇല്ല, നമ്മുടെ വായു തന്നെ കയറി ഇറങ്ങി നമ്മൾ തന്നെ ശ്വസിച്ചോണ്ടിരിക്കുക. അത് ശരി, അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സ്റ്റോക്ക് AC ഫിൽറ്റർ ഇല്ലതിന്. പിന്നെ വേറെ ഒരു പ്രശ്നമില്ല വണ്ടി. പിന്നെ ഈ പഴയ ബ്രേക്കിൽ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും ഫസ്റ്റ് ജനറേഷൻ ബ്രേക്ക് അതിൻ്റെ സ്റ്റിയറിംഗ് റാക്കും അതിൻ്റെ മോട്ടറൊക്കെ താഴെ വരുന്നത്. അത് മറ്റേ ജപ്പാൻ്റെ ഒരു ജാപ്പനീസ് കമ്പനിയുടെ എന്തോ ഹോണ്ടയുടെ ഇമ്പോർട്ട് ചെയ്ത് വന്നേക്കുന്നത്, അതിന് ഭയങ്കര വിലയാണ്. അത് പോയി കഴിഞ്ഞാൽ ഒരു 40 രൂപ ആ വഴി അങ്ങ് പോകും. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ജൻ ബ്രേയുടെ കാര്യം പറയുന്നത്. മറ്റേ ബ്രേക്കൊക്കെ എന്തോ വ്യത്യാസം വന്നിട്ടുണ്ട്, ഷോറൂമിൽ നിന്ന് പറഞ്ഞാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ജൻ ബ്രേ എടുക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ജൻ ബ്രേ ആണ് ഏറ്റവും പെർഫെക്റ്റ് ശരിക്കും ഞാൻ കണ്ടതിൽ വെച്ച്. 2012-13 ആ കാലഘട്ടത്തിലുള്ള വണ്ടി. ഇത് 12. പിന്നെ ഹോണ്ടയുടെ ഒരു നിലനിൽപ്പിനെ പറ്റി എന്താ പറയാനുള്ളത്? ജസ്റ്റ് ഒന്ന്. ഹോണ്ട പക്ഷെ ഭയങ്കര ശോകമാണ്. കാരണം അവർ 2018 ഇറക്കേണ്ട വണ്ടിയായിരുന്നു എലിവേറ്റ്. അത് ഇറക്കിയത് കഴിഞ്ഞ 2 വർഷം. അതെ. എങ്ങനെയുണ്ട് അതിന്റെ ഒരു ഫ്യൂച്ചർ പറയാൻ പറ്റുമോ? ഇപ്പൊ 3 വണ്ടിയും കൊണ്ടാണ് ഹോണ്ട ഓടിക്കുന്നത്. ആ പടം അമേസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ കാലഘട്ടത്തിൽ ഹോണ്ട പിടിച്ചു തന്നത്. അമേസിന്റെ ഫേസ് ലിഫ്റ്റ്, അതിന്റെ ഫേസ് ലിഫ്റ്റ് പുതിയത് വന്നു, എല്ലാം കൂടെ. സിറ്റി നല്ല വണ്ടിയാണ്, പക്ഷെ സിറ്റി കൊണ്ട് അങ്ങനെ അത്രയും കച്ചവടം ഇല്ലായിരുന്നു. അതിൽ നല്ല സെഡാൻസ് മാർക്കറ്റിൽ വന്നപ്പോ അത് താഴോട്ട് പോയി. പിന്നെ സെഡാൻ കൾച്ചർ നമ്മുടെ ഇവിടുന്ന് പോയായിരുന്നു, അത്ര വിലയുള്ള സെഡാൻ കൾച്ചർ. അത് തിരിച്ചു കൊണ്ടുവന്നത് ഫോക്സ്വാഗൺ വെർച്ചസ് ആണ്. അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഹോണ്ടയ്ക്ക് ഒരുപാട് വണ്ടികളുണ്ട്.
നമ്മൾ പുറത്ത് മാർക്കറ്റിൽ. ഈവൻ CR-V വരെ ഏറ്റവും ബെസ്റ്റ് വണ്ടികളായിരുന്നു. പക്ഷേ CR-V ഇറക്കിയതൊക്കെ ഇവിടുത്തെ ആറ്റിറ്റ്യൂഡ്, ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിന് ചേരാത്ത വണ്ടികളാണ്. സോഫ്റ്റ് റോഡർ SUV, അതിൻ്റെ ഷേപ്പ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ സോപ്പ് പെട്ടി പോലെ ഇങ്ങനെ ചെരിച്ചും വളച്ചും ഒക്കെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമല്ലോ. നമുക്ക് ഇവിടെ എല്ലാവർക്കും വേണ്ടത് ബോക്സി ടൈപ്പാണ്. ഹോണ്ടയ്ക്ക് പാസ്പോർട്ട് എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്, നൈസ് വണ്ടിയാണ്. അതൊക്കെ ഇവിടെ ഇറക്കണം. ഒരുപാട് നല്ല വണ്ടികളുണ്ട്. അതൊക്കെ ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ ഹോണ്ടയ്ക്ക് ഒരു ഫ്യൂച്ചർ. പക്ഷെ അവര് അത്ര മണ്ടന്മാരൊന്നും അല്ല, കൊണ്ടുവരും. അത് തന്നെ, എല്ലാം വരട്ടെ എന്ന് നോക്കാം. അതെ, ഓക്കെ. ഏതായാലും നമുക്കതൊക്കെയായിരുന്നു ഹോണ്ട ബ്രയോ പറ്റിയും ഹോണ്ടയുടെ കുറച്ച് മറ്റ് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് ബ്രോ, വളരെ നന്ദി. നല്ല കുറേ കാര്യങ്ങൾ ബ്രയോ പറ്റി അറിയാൻ പറ്റി. കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ളൊരു ബ്രയോ എന്തൊക്കെയാണ് പ്രോപ്പർലി സ്റ്റോക്ക് കണ്ടീഷനിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചു. ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ വണ്ടിയുടെ യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. walkwithnaf@gmail.com അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ പുതിയ വീഡിയോസ്, യൂസർ എക്സ്പീരിയൻസസും വെറൈറ്റി കാസും വെറൈറ്റി കണ്ടൻസും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.